അപ്പം ഈ കേസിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതാ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കാൻ പോകും. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കൊടുക്കുക ഫോഴ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെ SFD BMD വരയ്ക്കാം. അപ്പോൾ നമ്മുടെ മെത്തേഡ് എന്താ, ഇവിടെ ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെയും ലൈന് ഡോട്ടഡായിട്ട് വരയ്ക്കുന്നതാണ് നല്ലത് എപ്പോഴും. അപ്പോൾ ഡോട്ടഡ് ആക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സ് വരയ്ക്കാം. സോ ദിസ് എക്സ് ആക്സിസ് ക്ലിയർ. ഇവിടെ Y ആക്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിയർ ഫോഴ്സ് മാർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫ്രീ എൻഡാ, ഇത് ഫിക്സഡ് എൻഡാ അല്ലേ. ഫ്രീ എൻഡിൽ നമ്മൾ ട്രാവൽ ചെയ്ത് വരുവാണെങ്കിൽ ആദ്യം ഞാൻ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0യിൽ മാർക്ക് ചെയ്യും, ഇവിടെയും 0 മാർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ ഈ F ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ സെക്ഷൻ വരെ ഷിയർ ഫോഴ്സ് 0 അല്ലേ. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഗ്രീൻ കളർ ഉപയോഗിക്കുക, ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം. അപ്പോൾ ഇവിടെ വരെ ഷിയർ ഫോഴ്സ് ഡയഗ്രം 0 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു ജമ്പ് ഉണ്ടാവും, ഒരു കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ഇല്ലേ, മുകളിലോട്ട് കൊടുക്കും. അതിനുശേഷം ഞാൻ എവിടെ ഒരു സെക്ഷൻ എടുത്താൽ എന്താ, ഇവിടെ സെക്ഷൻ എടുക്കാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ഫോഴ്സ് ഉണ്ട്, F ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 0 മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല F ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഏത് സെക്ഷൻ നോക്കിയാലും നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടിന്യൂസ് ലൈൻ ഇവിടെ വരെ കൊണ്ടുവരാം, ഇവിടെ വരെ കൊണ്ടുവരാം. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്തൊരു ക്ലോസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഇതായിരിക്കും കറസ്പോണ്ടിങ് SFD ഫോർ ദിസ് കേസ്, ഈ കേസിൽ. അപ്പോൾ പ്രത്യേകത എന്താ, ഫ്രീ എൻഡിലല്ല, കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് ഈ ലോഡ് വന്നത്. അതുകൊണ്ട് ഡയഗ്രം ഇങ്ങനെയും വരാം. സോ ദിസ് ഇസ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഫോർ ദ കാൻഡിലിവർ കേസ്. ഓക്കെ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കൂടെ നോക്കാം. അതിൻ്റെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ക്ലിയർ. ഞാൻ ഇവിടെ ഒരു സെക്ഷൻ എടുത്തു, എക്സ് ദൂരെയാണ്. എന്തെങ്കിലും ഫോഴ്സ് ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് അവിടെ എന്തായിരിക്കും, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഫോഴ്സ് 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് 0 മാർക്ക് ചെയ്ത് പോകാം. 0 മാർക്ക് ചെയ്ത് ഇനി അത് കഴിഞ്ഞ് ഞാനൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രത്യേകത, ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സിൽ നിന്ന് എക്സ് ദൂരെ അല്ലേ, അങ്ങനെ എടുത്തേക്കുന്നത്. ഫോഴ്സിൽ നിന്ന് എക്സ് ദൂരെയാണെങ്കിൽ നമുക്കറിയാം എൻ്റെ ബെൻഡിങ് മൊമെന്റ് എത്ര ഉണ്ടാവും, ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു F × X ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ എക്സ് ദൂരെ നമുക്കൊരു പർട്ടിക്കുലർ ഫോഴ്സ് ഉണ്ടാവും, ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും. അങ്ങനെ ബെൻഡിങ് മൊമെന്റ് നമുക്കിവിടെ ഓറഞ്ച് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് 0 തുടങ്ങി ഓരോ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കൂടി മാക്സിമം വരുന്നൊരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, അത് കണ്ടുപിടിക്കണം. എക്സാമിന് നമ്മൾ എഴുതണം ഇവിടുത്തെ വാല്യൂ. ബെൻഡിങ് മൊമെന്റ് അറ്റ് X ഈക്വൽ ടു ഇവിടെ നമ്മൾ എക്സ് എടുത്തതിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഇവിടുന്നാണ് എക്സ് എടുത്ത് തുടങ്ങിയത്. അപ്പം ഈ ദൂരം A ആണെങ്കിൽ ടോട്ടൽ ദൂരം L ആണെങ്കിൽ ഈ ദൂരം എത്ര ആയിരിക്കും ഉണ്ടാവുക, L - A ആയിരിക്കത്തില്ലേ. അപ്പോൾ അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഫോഴ്സ് ഇൻറ്റു മാക്സിമം എത്ര വരിക, L - A പിടികിട്ടിയോ. അത് നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാല്യൂസ് എഴുതുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഷിയർ ഫോഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റ് മാർക്ക് ചെയ്യും. ഇവിടെ 0 ആണ്, ഇവിടെ ഷിയർ ഫോഴ്സ്. ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഈ പോയിന്റിൽ കാണിക്കണം, എൻഡ് പോയിന്റ്സ് എപ്പോഴും കാണിച്ചിരിക്കും. ഇവിടെ 0 ആണ്, ഇവിടെ കാണിക്കണം. സോ ഇതായിരിക്കും കറസ്പോണ്ടിങ് ഈ കേസിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം.